നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതാണ് ഇതിൻ്റെ അകം. ഒരു മുറി, ഒരു ഫയർ ഹൗസ് ഉണ്ട്. ഇവിടെ ഒരു ഫയർ ഹൗസ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ്റെ വീടാണ് താമസിക്കുന്നത്. അപ്പൂപ്പൻ ഇവിടെയുണ്ട്. പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. പിള്ളേരെ നോക്കണേ. ഓ, ശരിക്കും ഒരു പ്രേതാലയം. ഇടിഞ്ഞു പൊരിഞ്ഞ കഥകളും ഒരു ക്രിസ്തുമസ് സ്റ്റാർ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ആയ കാലത്ത് ഇത് അതിമനോഹരമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കണ്ടോ, പല പല മുറികൾ, ധാരാളം മുറികൾ. ഇവിടെയും ഇതെന്നാ സംഗതി? ഫർണസ് എന്നാണോ പറയുന്നത്? ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങി വരും എന്നതിനെ കുറിച്ച് മാത്രം അറിയത്തില്ല. അമ്മ, ഇവിടെ ഒരു പൂന്തോട്ടവും. ഓ, ഇത് കൊള്ളാമല്ലോ, സംഗതി ഗംഭീരം. രണ്ട് സൈഡിലും കണ്ടോ എന്തൊക്കെയോ ചിത്രപ്പണികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മദാമയുടെ ആണെന്ന് തോന്നുന്നു ഒരു ശവപ്പെട്ടി ഇരിക്കുന്നു. ഹൊറർ മൂവീസിലൊക്കെ നമ്മൾ ഈ ഇവിടെയൊക്കെ ചെല്ലത്തില്ലേ, നമ്മൾ എക്സിബിഷന് ചെല്ലുമ്പോൾ തന്നെ ഇല്ലേ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഇരുട്ട് മുറിയിൽ കൂടെ കയറ്റി. ഇതൊക്കെ ഇവിടെ അടുക്കള കിച്ചണാണെന്ന് തോന്നുന്നു. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ തലയിൽ ഓടൊന്നും വീഴല്ലേ. വാഷ് ബേസിൻ. നമ്മുടെ ആൾക്കാരുടെ ചിത്രരചനകളൊക്കെ ധാരാളം ഭിത്തികളിലുണ്ട്. ഇത് തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണ് ഇനി അറിയേണ്ടത്. ഇതാണ് അമ്മിക്കല്ല്. അതൊക്കെ പിന്നെ പാമ്പൊക്കെ ധാരാളം കാണും കേട്ടോ. അടക്ക വീഡിയോ ലെങ്തി ആവുന്നു. ഇവിടെ പഴയ വാഷ് ബേസിൻ ഒക്കെയാണ്. ഇടിഞ്ഞുപൊളിഞ്ഞ മുറികൾ എല്ലാം വളരെ ഭീതിപ്പെടുത്തുന്നു. ഇതാണ് ശവപ്പെട്ടി. ഇതാണ് ഒറിജിനൽ ശവപ്പെട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ചുമല തുണിയൊക്കെയുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നോട് എഴുതിയേക്കുന്നത് വാട്ട് ആൻഡ് in me. Religious in me. കുഞ്ഞുങ്ങളെല്ലാം വന്നോ? കരിങ്കൽ
ഉണ്ട് ഭിത്തികൾ. ഈ അച്ഛനാണ് ഇവിടുത്തെ നടത്തിപ്പുകാരൻ, ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ആൾ. പുള്ളി താമസിക്കുന്ന മുറിയാണിത്. അച്ഛൻ്റെ ഫോട്ടോ അല്ലേ അത്? ആഹാ. അച്ഛൻ്റെ പേരെന്നാ? ധർമ്മരാജ്. ധർമ്മരാജ്. ഇവിടെ ആ സൗപ്പെട്ടി ഇരിക്കുന്നത് എന്താ? അത് സിനിമ ഷൂട്ടിങ്. ആ ശരി. ആഹാ. ഇപ്പോൾ അന്നേരം ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ വരുന്നുണ്ടോ? 2 മുന്നേ ഷൂട്ടിങ് ആണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് ഈ വഴി അങ്ങ് പോകാമല്ലോ. പാർക്കിംഗ് വണ്ടി ഇട്ടേ. ആ ആ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തെത്തുമെന്നാണ് അച്ചായൻ പറഞ്ഞത്. ധർമ്മരാജ് അങ്കിൾ, ഗുഡ് ബൈ. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. കുട്ടികളൊക്കെ സൂക്ഷിച്ചു വരിക. നമ്മൾ ഉദ്ദേശിച്ച പോലെ മദാമയുടെ ശവപ്പെട്ടി അല്ലായിരുന്നു, ഷൂട്ടിങ്ങുകാർ കൊണ്ട് വെച്ചിട്ടുള്ള ശവപ്പെട്ടിയായിരുന്നു അത്. ഇനിമേ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് പേടിക്കും അല്ലേ? ഒരു രസം. ധാരാളം കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതൊരു തുളസിത്തറയാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടികൾ ഇതിൻ്റെ അകത്തിടാം. വീണ്ടും അങ്ങോട്ടൊക്കെ ഇനി വഴിയുണ്ട്. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഈ ടൂറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നമ്മളോടൊപ്പം അഭിനയിച്ച വ്യക്തികളാണ് ഇതൊക്കെ. എല്ലാവർക്കും ഒരു ചമ്മലുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഓക്കെ, ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.